ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ എങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കണം എന്ന് നോക്കാം. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിഗേറ്റിൻ്റെ പാസ്തയാണ്, പെന്നെ പാസ്തയാണ്. 1 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. പാസ്ത എപ്പോഴും നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ. ഞാൻ 1 ലിറ്റർ വെള്ളമാണ് വെച്ചിരുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച വെള്ളത്തിലോട്ടാണ് പാസ്ത ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നോക്കേണ്ടത് ടൈമാണ്. 7-8 മിനിറ്റ്സ് കൂടുതൽ നമ്മളത് വേവിക്കരുത്. എപ്പോഴും ടൈമർ വെച്ച് വേവിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം, അതിൻ്റെ വേവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വെന്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ അതിനെ മാറ്റി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളത്തിൽ അത് നന്നും കൂടി കഴുകിയെടുത്തിട്ട് അതിന് ശേഷം അതിന് കുറച്ച് ഓയിലൊഴിച്ച് അതിനൊന്ന് തിരുമിയെടുത്ത് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ അത് ഒട്ടുമേ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പാസ്തയുടെ ആദ്യത്തെ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് 2 സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. പിന്നെ ഞാനൊരു മീഡിയം സൈസ് സവോള നല്ലപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ അരിയാവുന്നതാണ്. അത് ഒത്തിരി ഒന്നും മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറുതായിട്ടാണ് അരിഞ്ഞത്. അതുപോലെ മീഡിയം സൈസ് ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. 3 ടൈപ്പ് ക്യാപ്സിക്കവും കുറേശ്ശെ എടുത്തിട്ടുണ്ട്, അതും കൂടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതല്ലാതെ വേറെയും വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊന്നും ഒത്തിരി അങ്ങ് വരേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒത്തിരി വഴറ്റി സമയം കളയണ്ട. അതുപോലെ കുറച്ചൊന്ന് വഴുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കളറൊന്നും പോകാതെ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി ഇരിക്കുന്നതാണ് എപ്പോഴും പാസ്തയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടായി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഒത്തിരി മൂപ്പിക്കുന്നതിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വേണ്ടത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒട്ടുമേ കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ ലംസൊന്നും ഇല്ലാതെ ക്ലിയർ ആക്കി വേണം നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് ഇത് കട്ടയൊന്നും കെട്ടാതെ കറക്റ്റായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകുന്നതായിരിക്കും. നമ്മളത് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം, നല്ലപോലെ ഇളക്കണം. ആവശ്യത്തിന് ബട്ടർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട കെട്ടാതെ കിട്ടും. ഇനി നമ്മളതിനകത്തോട്ട് ആവശ്യമുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പാലും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ വേണമെന്ന് കുറച്ച് വെക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യാം. കാരണം മൈദ ചേർത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കട്ടയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഇളക്കി അതിനകത്ത് ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്കതിനെ സോസാക്കി എടുക്കണം. ഇതുപോലെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കുക, നമ്മൾ ആ സ്പൂണിൽ നിന്ന് സ്പാക്ചുലയിൽ ഇതുപോലെ ഒന്ന് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മളത് കറക്റ്റായിട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് നിർത്താം. ഇനി നമ്മൾ അതിനകത്തോട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ഒറിഗാനോയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് നമ്മൾ നേരിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പാസ്തയും കൂടി ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി എന്തോരം ഉണ്ട്. നല്ലപോലെ ആ ഒരു ക്രീമി ടെക്സ്ചർ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നല്ലപോലെ കുഴഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. ഇതിന് ശേഷം നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ചീസ് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞങ്ങൾ വീട്ടിലെല്ലാവരും ചീസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.
അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എന്നാലും ഒരു ഹെൽത്ത് വൈസ് നമുക്കത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമൊന്നുമല്ല. വൺസിനെ വയലുണ്ടാക്കുന്ന ഒന്നാണ്. ബർത്ത്ഡേക്ക് അതുപോലെ എന്തെങ്കിലും വിശേഷ സമയങ്ങളിലൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന പോലെ അത്ര നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പാസ്ത ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ ക്രീമിൻ്റെ ടെക്സ്ചർ നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കിതുപോലെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഭിത്തി വരുമോ? കുഴപ്പമില്ല. ഭിത്തി കട്ട് ചെയ്യാം, കുഴപ്പമില്ല. കട്ട് ചെയ്യലോ. ഇനി മറ്റേ രീതിയിലും കൂടി ഒരു ഫോട്ടോ എടുത്തു. കാരണം ഈ രീതി ചിലപ്പം